നിങ്ങൾ എന്ത് കളി കണ്ടിരിക്കണോടാ? മൊബൈലും കണ്ടിരിക്കണ പിള്ളേരെ കാര്യത്തിൽ വല്ല ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? ആ പെൺകുട്ടി അത്ര ആയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് പിള്ളേര് അത്രേ അതല്ലേ ഉള്ളൂ? അത് പിന്നെ അത് വലിയ പ്രശ്നം തന്നെയല്ലേ അത്? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ കോട്ടേജ് ആരാണ് അറിയോ? ഇല്ല ഇല്ല. നിന്നോട് ഞാൻ പറയാത്തൊരു സത്യം ഞാൻ പറയാം. ഈ കോട്ടേജ് നമ്മളുടെ സ്വന്തമാണ്. അതിനിപ്പോ എന്താണ്? അത് എന്താണെന്നാ ഈ കോട്ടേജിന് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നറിയോ? ഇല്ല ഇല്ല. ഉള്ള കാശ് മുഴുവൻ കോട്ടേജിലിട്ടേക്കണം. എന്തെങ്കിലും സ്വർണ്ണം എങ്ങാനും മേടിക്കാണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ, നീ തോക്കി കയറി വെടിവെക്കല്ലേ. അതായത് ഈ കോട്ടേജിൽ നിന്ന് ഫെബ്രുവരി മുതൽ നമ്മൾക്ക് 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന്ന് വരുമാനം. അതറിയോ? ഇനി ഇത് മാത്രമല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയണത് എന്തിനാണ്? കാരണം ഇതും ഈ 44ാമത്തെ കോട്ടേജ് അത് മാത്രമല്ല, ഇനി ഒരു 8 കോട്ടേജ് ഒരുമിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള പ്ലോട്ടിൽ അതിലും നമുക്ക് ഷെയർ ഉണ്ട്. അപ്പം ഈ ഒരു ഫെബ്രുവരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വരുമാനം ഒരു 6 മാസം കഴിഞ്ഞ് മറ്റേ 44ാമത്തെ കോട്ടേജിൻ്റെ വരുമാനം അത് നമ്മൾക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ടെൻഷനുമില്ല. പിള്ളേരെ കാര്യം അത് ഇതിൽ നിന്ന് സുഖമായിട്ട് നടന്നു പോയിക്കോളും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കോളും. ഇനി അത് മാത്രമല്ല, ഈ ഒരു 15 വർഷം കഴിഞ്ഞാൽ ഈ കോട്ടേജിൻ്റെ ചുറ്റും ഒരു 16 സാൻഡൽവുഡ് ഉണ്ട്. അതറിയോ? ഈ 16 സാൻഡൽവുഡിൽ നിന്ന് 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 4 കോടി രൂപ വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും.